ഹലോ, ഇന്ന് നമുക്കൊരു കിടിലൻ എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ എഗ് പഫ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓവനൊന്നും വേണ്ടത് ഉണ്ടാക്കാൻ. ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിലിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ കൊണ്ട് 8 പഫ്സ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 4 എണ്ണമൊക്കെ മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി മൈദ. ഇനി ഇത് നല്ലപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക. ഇനിയിപ്പോൾ നെയ്യും ബട്ടറും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സാധാരണ പച്ചവെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 വലിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ സവാള പെട്ടെന്ന് വാടി വരാതെ അടച്ചു വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഫില്ലിങ്സ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് പഫ്സിനുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 8 പഫ്സാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 8 ഭാഗമായിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പോർഷനും ബോൾസ് ആക്കിയിട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഓരോ ബോൾസും പരത്തിയെടുക്കണം. ഒരേ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഇനിയിപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ആദ്യം 4 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു കട്ടിംഗ് ബോർഡിലാണ് പരത്തുന്നത്. അപ്പോൾ കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് മൈദയൊക്കെ തൂവിയിട്ടതിന് ശേഷം വേണം അതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 എണ്ണം ഒരേ തിക്നെസ്സിലും വലിപ്പത്തിലും വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഒരു അടപ്പൊക്കെ വെച്ചിട്ട് ഒരേ തിക്നെസ്സിലും വലിപ്പത്തിലും കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ 4 ഒരുവിധം ഒരേ തിക്നെസ്സിലും വലിപ്പത്തിലും തന്നെയാണ് ഇവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ആദ്യം കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ വെച്ച് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ചെയ്യുക. ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി മൈദപ്പൊടി തൂവുക. അങ്ങനെ 4 എണ്ണത്തിൽ നമ്മൾ അതുപോലെ ചെയ്യണം കേട്ടോ. ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിൽ, അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയും തൂവി കൊടുക്കുക. അപ്പോൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് 4 ഒരുമിച്ചൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കുറച്ച് വലുതായിട്ടൊന്ന് പരത്തിയാൽ മതി. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടും. അതിനുശേഷം 4 പീസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിൻ്റെ സെൻറ്ററിലോട്ട് ഫില്ലിങ്സ് വെക്കുക. അതിനുശേഷം പുഴുങ്ങിയ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ
അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഷീറ്റിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 4 ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. മുട്ട പഫ്സ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുട്ടയുടെ വെള്ളയിൽ ബ്രഷ് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഫ്സും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാൽ വെച്ച് ബ്രഷ് ചെയ്താലും മതി. അതിനുശേഷം നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ആദ്യം ഇത് 4 ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചാണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട, അതിൻ്റെ പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ പഫ്സൊക്കെ ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 വശവും ഏകദേശം ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അതുപോലെ പഫ്സിൻ്റെ എല്ലാ ഭാഗത്തും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. സൈഡൊക്കെ ഒന്ന് നല്ലൊരു കളറാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓവനൊന്നും ഇല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇപ്പോൾ എഗ് പഫ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു ഈ പഫ്സിന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ എഗ് പഫ്സിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്